ിലേക്ക് സംസ്ഥയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സമവായമായിരിക്കുന്നു. 100ാം വാർഷിക സമ്മേളനം പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നു. ലീഗ് അനുകൂലികളും വിരുദ്ധ ഭാഗങ്ങളിലെ നേതാക്കളും അടങ്ങിയ 7-അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്ന മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാനും ധാരണയായിരിക്കുന്നു. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എങ്ങനെയാണ് ഈ ആഭ്യന്തര പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്? സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു. സൗഹൃദ സംഘം ഉൾപ്പെടെയുള്ള മറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചത് ലീഗ് അനുകൂലികളുടെ സാന്നിധ്യം കുറവായതിനെ തുടർന്ന് ലീഗ് അനുകൂലികൾ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയും അത്തരത്തിൽ ഒരു സമ്മേളന പ്രവർത്തനങ്ങൾ തന്നെ ഫണ്ട് പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു 9-അംഗ സമിതി, സാദിഖലി ശിഹാബ് തങ്ങളും ജഫീ തങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു 9-അംഗ സമിതി, മധ്യസ്ഥ സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരത്തെ ചർച്ചകൾ നടത്താൻ വേണ്ടി രൂപീകരിച്ചിരുന്നു. അവർ മഞ്ചേരിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഈ സമ്മേളന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു പുതിയൊരു സമിതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചത്. അതായത് സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 7-അംഗ സമിതി, ഒരു കോർഡിനേഷൻ കമ്മിറ്റി 100ാം വാർഷിക സമ്മേളനം നടത്തിക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മായിൻ ഹാജിയാണ്. ലീഗ് അനുകൂല നേതാവാണ്. മോയിൻകുട്ടി മാസ്റ്റർ ആണ് നിലവിലെ ജനറൽ മാനേജർ, അതിൻ്റെ കോർഡിനേറ്റർ. അതോടൊപ്പം തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഇബ്രാഹിം ഫൈസി പേരാൽ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയ 7-അംഗ സമിതി. ഇനി ഈ കോർഡിനേഷൻ കമ്മിറ്റി ആയിരിക്കും സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുക. സബ് കമ്മിറ്റി ചേരുന്ന സംബന്ധിച്ചും സബ് കമ്മിറ്റിയുടെ തീരുമാനങ്ങളും സ്വാഗത സംഘത്തിന്റെ മുന്നോട്ട് പോക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റി മുന്നിലേക്കും വരിക. സമസ്ത മുഷാവറയിലെ പ്രധാനപ്പെട്ട പിന്നെ അവരുടെ മുഷാവറ അംഗങ്ങളായിരിക്കും ഇതിന്റെ മേൽനോട്ടം ഉണ്ടാവും. എന്നാൽ ഈ കമ്മിറ്റി ആയിരിക്കും ഇത് മുന്നോട്ട് പോകുക. ആ അർത്ഥത്തിൽ സമ്മേളന പ്രവർത്തനങ്ങൾ വിജയകരമാക്കുന്നതിന് വേണ്ടി സമസ്ത ലീഗ് വിഭാഗങ്ങളും ലീഗ് വിരുദ്ധ വിഭാഗങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ധാരണയാണ് എത്തിയത്. മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് സമസ്ത മുഷാവറയിൽ അംഗമായിരുന്ന മുസ്തഫൽ ഫൈസിയെ നേരത്തെ ഒരു പരാമർശ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം ലീഗ് അനുകൂല വിഭാഗത്തിലെ ഒരാളായിരുന്നു. അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ യോഗത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ പോലും അത്തരമൊരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അതിന് മറുപടിയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന അടുത്ത് നടക്കുന്ന മുഷാവറ യോഗത്തിൽ, മുഷാവറ യോഗമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് തീരുമാനമെടുത്തത്. മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യത്തിൽ തീരുമാനമെടുക്കും. അതുകൊണ്ട് തന്നെ മുസ്തഫൽ ഫൈസി മുഷാവറയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു ധാരണ കൂടി വന്നിട്ടുണ്ട്. ഏറെ നാൾ നീണ്ടു നിന്ന ഒരു തർക്കത്തിനാണ് ഒരു പക്ഷേ പിന്നെ പരിഹാരമായിരിക്കുന്നത്. മാത്രമല്ല സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇതുവഴി ഉണ്ടാവുമെന്നാണ് രണ്ടു കൂട്ടരും പ്രതീക്ഷിക്കുന്നത്. ശരി.